നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. കഴിഞ്ഞ സാറ്റർഡേ കോഴിക്കോട് വെച്ചൊരു ഈവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഈവൻറ്റിന് ശേഷം തോട്ടിന് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സാവധാനമാണ് ഞാൻ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. യൂട്യൂബിൽ സെറ്റിങ്ങിൽ പോയി നിങ്ങൾക്ക് സ്പീഡ് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാം. എനിക്ക് വേഗത്തിൽ സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉള്ളത്. അപ്പോൾ ക്ഷമിക്കുക. മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾ യുദ്ധം ഉണ്ടാകും അല്ലെങ്കിൽ യുദ്ധം വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ മാർക്കറ്റിൽ വലിയ തോതിലൊരു ഭീതി ഉണ്ടായിരുന്നു. എല്ലാ യൂട്യൂബ് ചാനലുകളും മാർക്കറ്റ് ഇടിയും, നാളെ യുദ്ധം എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം നോക്കണം. എനിക്ക് തോന്നുന്നു കുറേ റീറ്റെയിലേഴ്സ് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവണം, എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം, ഈവൻ ഇന്നും. അപ്പോൾ അവരൊക്കെ കനത്ത വില കുറയ്ക്കേണ്ടി വന്നൊരു ദിവസമാണെന്ന്. കാരണം നിഫ്റ്റി 300 പോയിൻറ്റും സെൻസെക്സ് 1000 പോയിൻറ്റിൻ്റെയും ഒരു ശക്തമായ റാലി. റിലയൻസും സൺഫാർമ, SBI തുടങ്ങിയ കമ്പനീസാണ് റാലിക്ക് ചുക്കാൻ പിടിച്ചത്. റിലയൻസിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടിരുന്നു. റിലയൻസ് FMCG ബിസിനസ് ഇപ്പോൾ ടാറ്റ കൺസ്യൂമറിൻ്റെ അത്രയും FMCG ബിസിനസ്സിൽ അവർക്ക് സ്ട്രെങ്ത് ഉണ്ട്. മാരിക്കോനേക്കാളും ഇമാമിനേക്കാളും വലിയ തോതിലാണ് റിലയൻസിൻ്റെ FMCG മാത്രം ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലയൻസിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷനിൽ മാർക്കറ്റ് അതിവേഗം മുന്നോട്ട് പോയി. കൂടാതെ ഈ ഒരു ബോർഡർ ടെൻഷൻ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഡിഫൻസ് സ്റ്റോക്കുകളും റാലി രേഖപ്പെടുത്തി. ഇന്ത്യ ഏകദേശം 63,000 കോടി രൂപയുടെ 26 റാഫേൽ മറൈൻ എയർക്രാഫ്റ്റ് വാങ്ങുന്നത് സംബന്ധിച്ച് ഫ്രാൻസായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ പാരാസ് ഡിഫൻസ് 10%, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് 5% റാലി രേഖപ്പെടുത്തി. അപ്പോൾ ആ ഒരു ബോർഡർ ടെൻഷൻ നിലനിൽക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡിഫൻസ് സ്റ്റോക്കുകൾ കണ്ടു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റും പോസിറ്റീവാണ്. ഡോളർ ഇൻഡെക്സ് റൈസ് ചെയ്തു. അതുകൊണ്ട് ഗോൾഡ് ഇന്ന് 1% ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയത് ശ്രീറാം ഫിനാൻസ് ആണ്. സ്റ്റോക്ക് ഏകദേശം ഒരു 9% ഒരു ഫോൾ രേഖപ്പെടുത്തി. അനലിസ്റ്റുകളെല്ലാം തന്നെ ഇവരുടെ ടാർഗറ്റ് കട്ട് ചെയ്തതാണ് കാരണം. സെൻസെക്സ് വീണ്ടും 80,000 എന്ന റേഞ്ചിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റോക്ക് ന്യൂസിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ പുതിയ ബാച്ച് നമ്മൾ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് FNO ഈ 2 ബാച്ചും പുതിയതായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മെയ് മാസം 2-ാം തീയതി ബേസിക്കിൻ്റെ ഓഫ്ലൈൻ കൊച്ചിയിൽ വെച്ച്, മെയ് മാസം 4-ാം തീയതി FNOയുടെ ക്ലാസ് കൊച്ചിയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സാണ് നടക്കുന്നത്. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇനി ഈ ബോർഡർ ടെൻഷനിലേക്ക് വരുമ്പോൾ, ബോർഡർ ടെൻഷൻ പൂർണ്ണമായിട്ടും മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല. ബോർഡർ ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇൻഫ്ലേഷൻ കൊണ്ട് പൊറുതിമുട്ടിയ പാകിസ്ഥാൻ ഈ ഒരു അവസരത്തിൽ ഇന്ത്യയായിട്ടൊക്കെ നേർക്കുനേരൊരു യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു കെൽപ്പ് പാകിസ്ഥാനില്ല. പിന്നീടുള്ള ഒരു സാധ്യത ചൈന ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളതാണ്. ചൈനീസ് ആർമി പാകിസ്ഥാനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനു മുമ്പും പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഇതേ സംശയം നമുക്കുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു സോവിയറ്റ് യൂണിയൻ ഇന്ത്യനെ ഹെൽപ്പ് ചെയ്ത തക്ക വിധം ചൈനീസ് ഭാഗത്തേക്ക് യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ വിന്യസിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് അവരുടെ യുദ്ധക്കപ്പൽ വിന്യസിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവർക്ക് പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ സമയത്ത് ഇന്ത്യ ഒരു തടയിട്ടു. ഇപ്പോഴും അതിൻ്റെ ഒരു പ്രസക്തിയുണ്ട്. ഇന്ത്യയും റഷ്യയൊക്കെ തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. ഇന്ത്യയും US തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട് കമ്പയർ ടു ചൈന. കാരണം ഇന്ത്യയുടെ ഒരു ആവശ്യത്തിന് തീർച്ചയായിട്ടും US അല്ലെങ്കിൽ റഷ്യയൊക്കെ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുമ്പോൾ US നമ്മളെ പിന്തുണയ്ക്കാനുള്ള സാധ്യതകൾ വളരെയധികം ഏറെ ആയിരിക്കും ഉണ്ടാവുക. നമുക്കറിയാം US ചൈനയും തമ്മിൽ ഒരു ശീത പോരാട്ടം നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യൻ ഈ എയർലൈൻസ് കമ്പനീസിനെല്ലാം തന്നെ ഈ ദൂരം കൂടുതൽ റീറൂട്ട് ചെയ്യേണ്ടി വരുമെന്നുള്ള ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെയും അവിടെയും പാകിസ്ഥാന് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. കാരണം ഒരു ഇന്ത്യൻ ഫ്ലൈറ്റ് പാകിസ്ഥാനിലൂടെ പോകുമ്പോൾ ഏകദേശം $580
പാകിസ്ഥാൻ്റെ മുകളിലൂടെ പറക്കാനായിട്ട് ഒരു ഇന്ത്യൻ ഫ്ലൈറ്റ് ഓവർ ഫ്ലൈറ്റ് ഫീസ് കൊടുക്കണം. അതായത് ഒരു ദിവസം 400 ഫ്ലൈറ്റ് പാകിസ്ഥാനിലൂടെ പോകുന്നുണ്ട്. ഒരു ദിവസം തന്നെ 2.5 കോടി രൂപ എന്ന നിലയിൽ പാകിസ്ഥാന് കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ഇതേ പാകിസ്ഥാൻ നമ്മുടെ ബോർഡർ സ്കൈ ബോർഡർ അടച്ച സമയത്ത് പാകിസ്ഥാന് ഏകദേശം 700 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി. ഇത് അവർ വേണ്ടാന്ന് വെക്കുമോ? ഒരിക്കലും വേണ്ടാന്ന് വെക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ നമ്മളുടെ ഫ്ലൈറ്റ് പാകിസ്ഥാനിലൂടെ പോകേണ്ടത് നമ്മളെക്കാൾ ആവശ്യം ആർക്കാ? പാകിസ്ഥാനാണ്. കാരണം കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതാണ്. അപ്പോൾ ആ ഒരു സാധ്യതകളും നമുക്ക് ഗുണകരമായിട്ടുണ്ട്. എനിവേ ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് FTSE പോസിറ്റീവാണ്, CAC 40 ഫ്രാൻസ് പോസിറ്റീവാണ്, ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് സ്പൈക്കൊന്നും ആയിട്ടില്ല, മറിച്ച് കൂൾ ഡൗൺ ആവാണ് ചെയ്തത്. ഡോ ഫ്യൂച്ചർ എന്ന നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ വലിയ രീതിയിൽ റിയാക്ട് ചെയ്തില്ല. ഗോൾഡ് ഏട്ടൻ ടോപ്പ് ചെയ്ത് മൂന്നാമത് കാണാം, $41 ഇടിഞ്ഞു. ബിറ്റ്കോയിൻ 94,000 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. IRFC വാർത്തകളാണ്, ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. IRFC സ്റ്റോക്ക് നെറ്റ് പ്രോഫിറ്റ് 2% ഇടിഞ്ഞു. SML ഇസൂസു കമ്പനി M&M SSL ഇസൂസുവിന് 555 കോടി രൂപക്ക് 58% സ്റ്റേക്ക് അക്വയർ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ SML ഇസൂസു ഫോളായി. ആദിത്യ ബിർള സൺ ലൈഫ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 9% ഉയർന്നു. റവന്യൂ 17% ഉയർന്നതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. V2 കമ്പനി V2 റീറ്റെയിൽ കമ്പനി 5% LC ആണ് വന്നത്. CEO റിസൈൻ ചെയ്തതാണ് കാരണം. രാമകൃഷ്ണ ഫോർജിങ് കമ്പനി ഇൻവെൻട്രി ഡിസ്ക്രിപ്പൻസി ഉണ്ടായത് കാരണം 8% ഒരു ഫോള് ഉണ്ടായി. സൊനാറ്റ സോഫ്റ്റ്വെയർ കമ്പനി അവർക്ക് $73 മില്യൺ 5 ഇയർ കോൺട്രാക്റ്റ് കിട്ടി. TVS മോട്ടോഴ്സ് കമ്പനി 485 നിന്ന് 850 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. CSB ബാങ്ക് 150 നിന്ന് 190 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. KPIT ടെക് കമ്പനി 190 നിന്ന് 245 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. റൈറ്റ് ഗെയിൻ കമ്പനി ഹോട്ടലിന് വേണ്ടിയിട്ട് പുതിയ AI പ്ലാറ്റ്ഫോം ഇവർ ബിൽഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. മാരുതി ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് 20% ഉയർത്തിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. IGL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 289 നിന്ന് 349 പ്രോഫിറ്റ് ഉയർന്നതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. എനിവേ പരമാവധി ന്യൂസ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ നമ്മളുടെ പറയുന്നതിൻ്റെ ഉച്ചാരണം കുറച്ച് മാറിയിട്ടുണ്ടാവും. ത്രോട്ട് പെയിനാണ്, ഞാൻ പറഞ്ഞു, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിവേ രാവിലെ പരമാവധി എത്താൻ നോക്കാം. താങ്ക് യു.